എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സെലീനിയം യൂസ് ചെയ്ത് ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമേ ടെസ്റ്റ് URL ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇതാണ് ടെസ്റ്റ് URL. ഈ URL ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്യുവാണ്. ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോൾ സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു അലേർട്ട് പോപ്പപ്പ് വന്നിരിക്കുന്നത് കാണാം. ഈ പോപ്പപ്പിനകത്ത് യൂസർ നെയിമിന്റെയും പാസ്വേഡിന്റെ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് യൂസർ നെയിമിന്റെ വാല്യൂം പാസ്വേഡിന്റെ വാല്യൂം പാസ് ചെയ്ത ശേഷം സൈൻ ഇൻ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രം മാനുവലി നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കിട്ടാൻ വേണ്ടി ഇന്റർനെറ്റ് herokuapp.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഈ വെബ്സൈറ്റിൽ ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് ആണ്. ഇവിടെ യൂസർ ആൻഡ് പാസ് എന്ന് പറഞ്ഞ അഡ്മിൻ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. യൂസർ നെയിമിന്റെയും പാസ്വേഡിന്റെ വാല്യൂ അഡ്മിൻ ആണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഡ്മിൻ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് യൂസർ നെയിമും പാസ്വേഡ് ഫീൽഡിലും പാസ് ചെയ്യേണ്ടത്. അത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുവാണ്, അഡ്മിൻ എന്നുള്ളത്. അതിനുശേഷം ബ്രൗസറിൽ വന്ന് യൂസർ നെയിം എന്ന ടെക്സ്റ്റ് ഫീൽഡിനകത്ത് അത് പേസ്റ്റ് ചെയ്തു. പാസ്വേഡ് എന്ന ടെക്സ്റ്റ് ഫീൽഡിനകത്ത് ഞാൻ പേസ്റ്റ് ചെയ്തതിനു ശേഷം സൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഡൈജസ്റ്റ് ഓത്ത് എന്ന ഹെഡിങ് നിങ്ങൾക്ക് കാണാം. അതുപോലെ കൺഗ്രാജുലേഷൻസ് യു മസ്റ്റ് ഹാവ് ദ പ്രോപ്പർ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് മാനുവലി ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ സെലീനിയം യൂസ് ചെയ്ത് രണ്ട് രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ പാസിംഗ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അലോങ് വിത്ത് ടെസ്റ്റ് URL. അതായത് ഈ URLന്റെ കൂടെ നമുക്ക് യൂസർ നെയിമിന്റെ പാസ്വേഡിന്റെ വാല്യൂ കോളം സെപ്പറേറ്റ് ചെയ്ത ശേഷം ഒരു @ കൊടുത്ത് നമുക്ക് പാസ് ചെയ്യാം. അതുപോലെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ യൂസിങ് HasAuthentication ഇന്റർഫേസ്. ഈ രണ്ട് രീതിയിലും നമ്മൾ ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ സെലീനിയം യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്ന ഡെമോയിലൂടെ കാണാൻ പോവുകയാണ്. ഞാൻ എക്ലിപ്സ് IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലീനിയം ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ com.test എന്ന പാക്കേജിനകത്ത് ഹാൻഡിൽ ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ എന്ന ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മെയിൻ മെത്തേഡ് ഉണ്ട്. വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കമന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വേ വർക്ക്സ് ഫോർ ക്രോം, ഫയർഫോക്സ് ആൻഡ് എഡ്ജ്. ദിസ് വിൽ വർക്ക് ഫോർ ബേസിക് ആൻഡ് ഡൈജസ്റ്റ്. നമ്മൾ URL കൂടെ യൂസറിനും പാസ്വേഡും പാസ് ചെയ്യുന്ന ഈ രീതി 3 ബ്രൗസറിന്റെ കേസിലും വർക്കാവും. അതുപോലെ ബേസിക് ഒതന്റിക്കേഷന്റെ കേസിലും ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ കേസിലും ഈ രീതി സക്സസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ driver.get എന്ന മെത്തേഡ് വിളിക്കുന്നു. ഡബിൾ കോട്സിനുള്ളിൽ ടെസ്റ്റ് URL പാസ് ചെയ്യാൻ പോവാണ്. ഇതാണ് ടെസ്റ്റ് URL. ഇനി ഈ 2 ഡബിൾ ഫോർവേഡ് സ്ലാഷ് കഴിഞ്ഞ് അഡ്മിൻ എന്ന യൂസർ നെയിം കൊടുക്കുക. കോളിനിട്ട ശേഷം അഡ്മിൻ എന്ന പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം @ സിമ്പിൾ കൊടുക്കുക. ഫയൽ സേവ് ചെയ്യുക. അതിനുശേഷം thread.sleep ഞാൻ കൊടുക്കുവാണ്. ഒരു 2 സെക്കൻഡ് thread.sleep ആണ് ഞാൻ കൊടുക്കുന്നത്. 2000 millisecond എന്ന് കൊടുത്തു. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. ആദ്യമേ ക്രോമിയാണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ഫയർഫോക്സിലും എഡ്ജിലും ഫസ്റ്റ് വേയിൽ കൂടെ ഡൈജസ്റ്റ് ഒതന്റിക്കേഷൻ സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോയി 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. നമുക്ക് driver.close എന്നുള്ള കോഡും കൂടെ ആഡ് ചെയ്യാം. ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ക്രോമിന്റെ എല്ലാ വിൻഡോയും ഞാൻ ക്ലോസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഫയർഫോക്സിൽ റൺ ചെയ്ത് നോക്കാം. ക്രോം ഡ്രൈവർ എന്നുള്ളത് മാറ്റി ഞാൻ ഫയർഫോക്സ് ഡ്രൈവർ ആക്കുവാണ്. ഫയർഫോക്സ് ഡ്രൈവർ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ.
ഫയർഫോക്സിലും വർക്ക് ചെയ്തു. ഫയർഫോക്സിൻ്റെ വിൻഡോ ക്ലോസ് ആയി. ഇനി നമുക്ക് എഡ്ജിലും കൂടെ ഈ മെത്തേഡ് വെരിഫൈ ചെയ്യാം. ഫയർഫോക്സ് ഡ്രൈവർ മാറ്റി ഞാൻ എഡ്ജ് ഡ്രൈവർ ആക്കുന്നു. അതിനുശേഷം എഡ്ജ് ഡ്രൈവർ ഇമ്പോർട്ട് ചെയ്യുന്നു. ജാവ ക്ലാസ് റൺ ചെയ്യുന്നു. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. എഡ്ജിലും വർക്കായി. ഇനി നമുക്ക് സെക്കൻഡ് വേയിലൂടെ എങ്ങനെ ഡൈജസ്റ്റ് ഓതന്റിക്കേഷൻ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഈ 18th ലൈന് കമൻറ്റ് ചെയ്യുവാണ്. ഇനി ഇവിടെ ഞാനൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വേ ഓൺലി വർക്ക്സ് ഫോർ കോമൺ എഡ്ജ്, ദിസ് വിൽ വർക്ക് ഫോർ ബേസിക് ആൻഡ് ഡൈജസ്റ്റ്. ഞാൻ ഹാസ് ഓതന്റിക്കേഷൻ എന്നുള്ള ഇന്റർഫേസ് യൂസ് ചെയ്യുവാണ്. അത് ഞാൻ ഡ്രൈവറുമായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഡോട്ട് ടേസ്റ്റ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വിളിക്കും. അവിടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഓഫ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഡോട്ട് ഓഫ്. ഇവിടെ നമുക്ക് യൂസർ നെയിമിന്റെ വാല്യൂയും പാസ്വേഡ് വാല്യൂയും പാസ് ചെയ്യണം. രണ്ടിന്റെ വാല്യൂ അഡ്മിൻ എന്നുള്ളതാണ്. അത് പാസ് ചെയ്തു. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഗെറ്റ് എന്നുള്ള ഈ ഒരു കോഡ് ഇവിടെ കൊടുക്കുന്നു. URL പാസ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് ഞാൻ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ ഈ രീതിയിലാണ് ഡൈജസ്റ്റ് ഓതന്റിക്കേഷനിലേക്ക് യൂസർ നെയിമിന്റെ പാസ്വേഡിന്റെ വാല്യൂ പാസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് URL നോക്കിയാൽ കാണാം, ഞാൻ URL പാസ് ചെയ്തിട്ടില്ല. പകരം യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്തിരിക്കുന്നു ഈ ലൈനിലാണ്. ഹാസ് ഓതന്റിക്കേഷൻ ഒരു ഇന്റർഫേസ് യൂസ് ചെയ്താണ് നമ്മൾ ഇത് അച്ചീവ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു രീതി ക്രോമിലും എഡ്ജിലും മാത്രമേ വർക്ക് ആവുള്ളൂ. പക്ഷേ ബേസിക് ഓതന്റിക്കേഷന്റെ കേസിലും ഡൈജസ്റ്റ് ഓതന്റിക്കേഷന്റെ കേസിലും ഇത് വർക്ക് ആവും. ഫയർഫോക്സിൽ ഈ മെത്തേഡ് വർക്ക് ആവില്ല. നമുക്കിനി ഇത് വെരിഫൈ ചെയ്യാം. എഡ്ജിൽ തന്നെ ആദ്യം റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. എഡ്ജ് വർക്കായി. ഇനി നമുക്ക് ക്രോമിലും കൂടെ വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ക്രോമിന് വർക്കായി. നമുക്കിനി ഫയർഫോക്സിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫയർഫോക്സിൽ റൺ ചെയ്യുമ്പോൾ എന്ത് ഇഷ്യൂ ആണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഫയർഫോക്സ് ഡ്രൈവർ കൊടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു എക്സെപ്ഷൻ വന്നു, ജാവ ഡോട്ട് ലാങ് ഡോട്ട് ക്ലാസ് കാസ്റ്റ് എക്സെപ്ഷൻ. ഇങ്ങനൊരു എറർ വരും. അപ്പം ഈ സെക്കൻഡ് മെത്തേഡ് ക്രോമിയം ബേസ്ഡ് ബ്രൗസേഴ്സിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ക്രോമിന്റെ കേസിലും എഡ്ജിന്റെ കേസിലും ഈ മെത്തേഡ് വർക്ക് ആവും, പക്ഷേ ഫയർഫോക്സിന്റെ കേസിൽ ഇത് വർക്ക് ആകും. അപ്പോൾ ഈ കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.